കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പൊതുവേദിയിൽ ശാസിച്ച് കൃഷിമന്ത്രി പി പ്രസാദ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല എന്ന് പറയാനല്ല ശമ്പളം കൃത്യമായി നൽകുന്നത് എന്നും PSC എഴുതി ജോലി കിട്ടിയെന്ന ഭാവം വേണ്ട എന്നുമായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെയും അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ഈ ആളുകൾക്ക് അവർക്ക് അർഹമായ സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാവാത്തൊരവസ്ഥയുണ്ട്. ഇവരെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് കൃത്യമായ എന്നവണ്ണം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് ഒത്തില്ല എന്ന് വന്ന് പറയാനല്ല. അപ്പൊ ജനാധിപത്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഉദ്യോഗസ്ഥന്മാർ. അവരെന്തോ ഏറ്റവും വലിയ ഉന്നതന്മാരും അവരേതാണ്ട് ചക്രവർത്തിമാരെ പോലെയും കണക്ക് കൂട്ടുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. ഉദ്യോഗത്തിന്റെ രംഗത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും ഞങ്ങളെല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്കിനി ആരും ഒന്നും പേടിക്കേണ്ടില്ല, കൃത്യമായ എന്നോണം ഞങ്ങൾക്കെല്ലാം ശമ്പളം കിട്ടും എന്നുള്ളൊരു ചിന്തയാണ് 2020 പന്നി കുത്തിയനക്കയും സോമനും ഷാജിക്കും ഇത് ആനുകൂല്യം കിട്ടുന്നതിനകത്ത് തടസ്സമായത്. അശ്വിൻ പാലാഴിയുണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? 2020 പാലമേൽ കൃഷിയിടത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നു. അതിൽ 2 കർഷകർക്ക് പരിക്കേൽക്കുന്നതും ഒരു സംഭവം അങ്ങനെ ഉണ്ടായത്. അതിനുശേഷം ഈ കർഷകർ ഏറെ വർഷങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ 5 വർഷമായി അതിൻ്റെ നഷ്ടപരിഹാരത്തിന്, അതായത് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആനുകൂല്യത്തിനായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. അന്ന് അവരെ ചികിത്സിച്ച ഡോക്ടർ ഈ സാമ്പത്തിക ആനുകൂല്യം ലഭിക്കാനുള്ള, നഷ്ടപരിഹാരം ലഭിക്കാനുള്ള ഫയലിൽ ഒപ്പുപോലും വെച്ചിട്ടില്ല. ഒപ്പം ഈ 2 പേരെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ പല കാലങ്ങളിലായി ഓഫീസുകളിൽ കയറ്റിയിറക്കുന്ന അല്ലാതെ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം ആലപ്പുഴ കളക്ട്രേറ്റിലുണ്ടായിരുന്നു. അതിനിടെയാണ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഈ പരാതി എത്തുന്നത്. ഉദ്യോഗസ്ഥരെ കളക്ട്രേറ്റിൽ വെച്ച് ഒരു ശാസനയ്ക്ക് മന്ത്രി ആദ്യം വിധേയമാക്കിയിരുന്നു. അതിനുശേഷം വൈകുന്നേരം ഈ സംഭവ സ്ഥലത്ത് പാലമേൽ നടന്ന മറ്റൊരു പരിപാടിയിലാണ്, ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്ത പരിപാടിയിലാണ് പരസ്യമായ ആ വേദിയിൽ ഈ ഉദ്യോഗസ്ഥരെ ശാസിച്ചത്. നിങ്ങൾ ചക്രവർത്തിമാരാണ്, ജനങ്ങളുടെ ശമ്പളം വാങ്ങിച്ച് കഴിയുമ്പോഴും അവർക്കെതിരെ പ്രവർത്തിക്കുന്ന സമീപനമൊന്നും പാടില്ല എന്ന അടക്കമുള്ള വലിയ വിമർശനമാണ് ഇവർക്കെതിരെ നടത്തിയത്. ഒപ്പം വനം വകുപ്പ് മന്ത്രിയോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്, ഇവർക്കെതിരെ കർശന നടപടി വേണമെന്നും. ഒപ്പം ഈ സാമ്പത്തികാനുകൂല്യത്തിൻ്റെ ഫയലിൽ ഒപ്പുവയ്ക്കാത്ത ഡോക്ടർക്കെതിരെയും നടപടി വേണമെന്ന് ആരോഗ്യവകുപ്പിനോട് കൂടി ആവശ്യപ്പെടാനിരിക്കുകയാണ് മന്ത്രി. എന്തായാലും അതിരൂക്ഷ വിമർശനം ഈ ഉദ്യോഗസ്ഥർക്ക് ഈ പൊതുവേദിയിലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.